ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാവേ. നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റി നല്ല അടിപൊളി ഒരു ഒഴിച്ചു കറി. പണ്ടൊക്കെ മാങ്ങാക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ വീടുകളിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നൊരു കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി നാളായി വെച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് വെക്കാനെടുത്തപ്പോൾ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. ഇതേ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ, ഒരു ചെനച്ച മാങ്ങയാണ്, പിന്നെ അതുപോലെ കുറച്ച് ചക്കക്കുരു, ഒരു മുരിങ്ങയ്ക്ക, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കാം. അപ്പം നമുക്ക് വെള്ളരിക്ക ഒന്ന് അരിഞ്ഞെടുക്കാവേ. ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളരിക്ക എടുക്കുന്നുള്ളേ. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇത് വളരെ അങ്ങനെ എന്താ പറയണ്ടേ, ഒത്തിരി വിളവാകാത്ത വെള്ളരിക്ക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചതൊക്കെയാണ്, പക്ഷേ വിളഞ്ഞിട്ടില്ല, കുരു കണ്ടാൽ അറിയാം. പിന്നെ നമുക്ക് ഇപ്പം ഇതിന് വിളഞ്ഞതാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല ഈ കറി ഉണ്ടാക്കുന്നതിന്. അപ്പം നോക്കിൻ്റെ അകത്ത് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. നമുക്ക് തൊലി ചെത്തിയെടുക്കാം കേട്ടോ. സാധാരണ തൊലി ചെത്താറില്ല, ഞാൻ എന്തായാലും തൊലി ചെത്തിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്കിതൊന്ന് കഴുകി ഈ കലത്തിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. നമുക്ക് ഇതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാവേ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ട ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ മുറി തേങ്ങ, അത് പിന്നെ ഒരു 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ജീരകം. നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിക്കാവേ. എന്നിട്ടൊന്ന് നല്ല വൃത്തിയായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയെല്ലാം വെന്ത് കഷ്ണമെല്ലാം നല്ല വെന്തിട്ടുണ്ട് കണ്ടോ, വെന്ത് ഉടഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർക്കാം കേട്ടോ. ചേർത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാവേ. വാങ്ങിയിട്ട് ഒന്ന് കടുക് വറുത്ത് ചേർക്കണം. നമ്മുടെ കറി റെഡിയാവും. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പോഴാണ് ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കാലമായത് കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ചക്കക്കുരു ഉണ്ട്, മാങ്ങയുണ്ട്, മുരിങ്ങയ്ക്കയും മിക്ക വീടുകളിലും ഉണ്ട്. അപ്പം ഒരു കഷ്ണം വെള്ളരിക്കയോടുണ്ട്, സുഖമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറി. അതിൻ്റെ കൂടുതൽ ഒരു കഷ്ണം മീൻ വറുത്തതും ഒരു പപ്പടം കാച്ചിയതും കൂടെ ഉണ്ട്. സൂപ്പർ ഊണ്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊന്ന് ക്രമീകരിക്കാനാണ്. ഒരു ചെറിയ മധുരം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മാങ്ങയ്ക്ക് അത്ര വലിയൊരു മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു സ്വല്പം പഞ്ചസാര ചേർത്തത്. മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. കടുക് വറുത്ത് ചേർക്കാവേ. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അത് നമുക്ക് കടുക് ഇടാവേ. സ്വല്പം ഉലുവ ഇടുവാണ്. രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കാം. ഇനി നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ കടുക് വറക്കുമ്പോൾ ഒരു നല്ല മണമല്ലേ. ഇത് ആ കറിയിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു മണവും രുചിയെല്ലാം ആവാം. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നമുക്കിനി ഈ കടുക് വറുത്തത് ഈ കറിയിലോട്ട് ചേർക്കാവേ.
ഇച്ചിരി കൂടെ ഉണ്ട്. നമുക്ക് തട്ടി അതിനകത്തേക്ക് ഇടാം. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.